ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൽപ്പാക്കം കർണാടകം, കൈഗ കർണാടകം. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, കൽപ്പാക്കം കർണാടകം. ശരിയല്ലാത്തത്. ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കം. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനി, കൽപ്പാക്കം മിനി റിയാക്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനി. ജയ്താപൂർ ആണവ റിയാക്ടറിന് സഹായം നൽകുന്ന രാജ്യം ഫ്രാൻസ്. ജയ്താപൂർ ആണവ റിയാക്ടറിന് സഹായം നൽകുന്ന രാജ്യം ഫ്രാൻസ്. കൂടംകുളം ആണവ നിലയവുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യ. കൂടംകുളം ആണവ നിലയവുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യ. കൽപ്പാക്കം കാമിനി ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയം 235. കൽപ്പാക്കം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയം 235. അപ്പോൾ ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൽപ്പാക്കം, തമിഴ്നാട്ടിലെ കൽപ്പാക്കം. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനി, കൽപ്പാക്കം മിനി റിയാക്ടർ. ജയ്താപൂർ ആണവ റിയാക്ടറിനു സഹായം നൽകുന്ന രാജ്യം ഫ്രാൻസ്. കൂടംകുളം ആണവ നിലയവുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യ. കൽപ്പാക്കം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയം 235. ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് 1948 ഓഗസ്റ്റ് 10. ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് 1948 ഓഗസ്റ്റ് 10. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 1987. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 1987. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC സ്ഥാപിതമായത് 1975. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1975. അപ്പോൾ ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് 1948 ഓഗസ്റ്റ് 10. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 1987. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1975. അറ്റോമിക നിലയങ്ങൾ. കൈഗ സ്ഥിതി ചെയ്യുന്നത് കർണാടക, റാവത്ത്ബട്ട് രാജസ്ഥാൻ, നറോറ ഉത്തർപ്രദേശ്, ജയ്താപൂർ മഹാരാഷ്ട്ര, കൂടംകുളം തമിഴ്നാട്, കോട്ട രാജസ്ഥാൻ. അപ്പോൾ കൈഗ കർണാടക, റാവത്ത്ബട്ട് രാജസ്ഥാൻ, നറോറ ഉത്തർപ്രദേശ്, ജയ്താപൂർ മഹാരാഷ്ട്ര, കൂടംകുളം തമിഴ്നാട്, കോട്ട രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ. ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. റാണിഗഞ്ച്, അസൻസോൾ എന്നീ കൽക്കരി ഖനികൾ പശ്ചിമ ബംഗാളിലാണ്. സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയായ ദാമോദർ വാലി പ്രോജക്റ്റ് ദാമോദർ നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയായ ദാമോദർ വാലി പ്രോജക്റ്റ് ദാമോദർ നദിയിലാണ്. അപ്പോൾ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. റാണിഗഞ്ച്, അസൻസോൾ എന്നീ കൽക്കരി ഖനികൾ പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയായ ദാമോദർ വാലി പ്രോജക്റ്റ് ദാമോദർ നദിയിലാണ്.
സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്, പശ്ചിമ ബംഗാളിൽ. സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ ഡംഡം എയർപോർട്ട് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂർ, പശ്ചിമ ബംഗാളിലെ ബേലൂർ. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂർ, പശ്ചിമ ബംഗാൾ. ഹാൽഡിയ തുറമുഖം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹാൽഡിയ തുറമുഖം പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഡാർജിലിംഗ് ആണ്. ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഡാർജിലിംഗ്. സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡംഡം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ കൊൽക്കത്തയിലാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം പശ്ചിമ ബംഗാളിലെ ബേലൂർ. ഹാൽഡിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിൽ. ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഡാർജിലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? ഓപ്ഷൻസ്: KN പണിക്കർ, KM പണിക്കർ, CV രാമൻപിള്ള, അപ്പൻ തമ്പുരാൻ. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി, KM പണിക്കർ. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് KM പണിക്കർ. സർദാർ കാവാലം മാധവ പണിക്കർ എന്നാണ് പൂർണ്ണരൂപം. KM പണിക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം സർദാർ കാവാലം മാധവ പണിക്കർ എന്നതാണ് പൂർണ്ണരൂപം. 1925 ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു ഇദ്ദേഹം. 1925 ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു കാവാലം മാധവ പണിക്കർ. മൈസൂർ സർവകലാശാലയുടെയും കാശ്മീർ സർവകലാശാലയുടെയും വൈസ് ചാൻസലറായി പ്രവർത്തിച്ചിരുന്നു. മൈസൂർ സർവകലാശാലയുടെയും കാശ്മീർ സർവകലാശാലയുടെയും വൈസ് ചാൻസലറായി പ്രവർത്തിച്ചിരുന്നു. സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ്റെ കമ്മീഷനായ ഫസൽ അലി കമ്മീഷനിൽ അംഗമായ ഏക മലയാളിയാണ് സർദാർ KM പണിക്കർ. സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷനായ ഫസൽ അലി കമ്മീഷനിൽ അംഗമായ ഏക മലയാളി സർദാർ KM പണിക്കർ. സർദാർ കാവാലം മാധവ പണിക്കർ എന്നാണ് സർദാർ KM പണിക്കറിൻ്റെ പൂർണ്ണരൂപം. 1925 ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു സർദാർ KM പണിക്കർ. മൈസൂർ സർവകലാശാലയുടെയും കാശ്മീർ സർവകലാശാലയുടെയും വൈസ് ചാൻസലറായി സർദാർ KM പണിക്കർ പ്രവർത്തിച്ചിരുന്നു. സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ്റെ കമ്മീഷനായ ഫസൽ അലി കമ്മീഷനിൽ അംഗമായ ഏക മലയാളിയാണ് സർദാർ KM പണിക്കർ. ചൈന, ഈജിപ്ത്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ അംബാസഡറായിരുന്നു സർദാർ KM പണിക്കർ. ചൈന, ഈജിപ്ത്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ അംബാസഡറായിരുന്നു സർദാർ KM പണിക്കർ.